നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും ഹർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള 145/2024 നടന്നിട്ടുള്ള എക്സാമിലെ ഭരണഘടനയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ആഴ്ച എന്ത് ചെയ്യണം? നമുക്ക് 2024 നടന്നിട്ടുള്ള എല്ലാ എക്സാമുകളുടെയും ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അനുബന്ധ വിവരങ്ങൾ പഠിക്കണം. അപ്പോഴേക്കന്നെ നമ്മുടെ ഭരണഘടനയ്ക്ക് അവിടെ ടോപ്പിക് ഏകദേശം ഒക്കെ ആകും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ PSC ഇന്ന മേഖലയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുന്നത്. ആ മേഖലയെ കുറിച്ചിട്ട് ഞാൻ നന്നായിട്ട് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താണ് ക്വസ്റ്റ്യനും എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെട്ടു. നമുക്ക് എന്നിട്ട് വേഗം അടുത്ത ടോപ്പിക്കുകളിലേക്ക് കടക്കണം, അടുത്ത വിഷയങ്ങളിലേക്ക് വരണം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളില്ലാതെ ഞാൻ പറഞ്ഞ ഒരടി ചലിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കണേ. താഴെ ഒന്ന് കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇപ്പൊ ഉള്ളത് ഏതാണ്? ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏതാണ്? ത്രിതല പഞ്ചായത്താണ് അല്ലെ. അതായത് നമ്മൾ പറയും ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അല്ലെ. ഇങ്ങനെ മൂന്നെണ്ണമാണ് ഇപ്പൊ നമ്മുടെ നിലവിലുള്ളത്. അപ്പൊ അത് വേണ്ട, അതിനു പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇതിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? ഇതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്തോ? പഠിച്ചവർക്കൊക്കെ റിവിഷൻ ചെയ്യാനുമായി ആൻസർ അറിയണം കണ്ടോ. ആൻസർ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്? അവിടെ എവിടെയോ എന്താണ് നിങ്ങളുടെ പഠനത്തിൽ പെശക് പറ്റിയിട്ടുണ്ട്. പുതിയതായിട്ടുള്ള കുട്ടികളോട് പറയാണ്, ഇത് അശോക് മേത്ത കമ്മിറ്റിയാണ് കേട്ടോ. അതായത് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ പുതിയ കൂട്ടുകാർക്ക്? നമ്മൾക്ക് ഇപ്പൊ പറയാറില്ലേ, പഞ്ചായത്തിൽ പോണം, ബ്ലോക്കിൽ പോണം, ജില്ലാ പഞ്ചായത്തിൽ പോണം എന്നൊക്കെ പറയില്ലേ? അങ്ങനെ മൂന്നെണ്ണമായിരുന്നു ഇപ്പൊ നിലവിലുള്ളത്. പക്ഷേ അത് വേണ്ട, ദ്വിതല പഞ്ചായത്ത് മതി. ഇതൊക്കെ ആദ്യകാലത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. എന്നിട്ടാണ് ദ്വിതലം വേണ്ട, ത്രിതലം തന്നെ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ന് നിലകൊള്ളുന്ന ഈ പഞ്ചായത്ത് നിലവിൽ വന്നിരിക്കുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ് അല്ലെ. അപ്പൊ അശോക് മേത്ത കമ്മിറ്റിയെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കുന്നതിന് എന്തൊക്കെ പഠിക്കാം? അശോക് മേത്ത കമ്മിറ്റി കേട്ടോ, അശോക് മേത്ത കമ്മിറ്റി, അതുപോലെ PK തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഈ മൂന്ന് കമ്മിറ്റികളും എക്സാമിന് വെരി ഇമ്പോർട്ടന്റ് ആണ്. അശോക് മേത്ത കമ്മിറ്റിയെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെ പോയിന്റ് ആണെന്നറിയോ? 1977 ഉണ്ടല്ലോ, 1977 ജനതാ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ഈ നിയമിച്ചത് കേട്ടോ, ഈ കമ്മിറ്റിയെ നിയമിച്ചത് 1977 ജനതാ ഗവൺമെന്റ് ഈ അശോക് മേത്ത കമ്മിറ്റിയെ നിയമിച്ചത്. അതേപോലെ തന്നെ ഈ അശോക് മേത്ത കമ്മിറ്റിയുടെ വിശേഷണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കമ്മിറ്റി ഓൺ, ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ്, കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏത് കമ്മിറ്റിയാണെന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അത് അശോക് മേത്ത കമ്മിറ്റിയാണ് കേട്ടോ. എന്താണ് ഈ കമ്മിറ്റിയുടെ ചുമതല എന്ന് പറയുന്നത്? നമ്മുടെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് കരുത്തു പകരാൻ മാർഗനിർദ്ദേശം നൽകുക കേട്ടോ. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് കരുത്തു പകരാൻ എന്ത് നൽകണം? മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഇതിന്റെ ചുമതല. ഇതിന്റെ ചെയർമാൻ ആരാണ്? അശോക് മേത്ത കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അശോക് മേത്ത. ചെയർമാൻ അശോക് മേത്ത ആയതുകൊണ്ടാണ് ആ കമ്മിറ്റിക്ക് അശോക് മേത്ത കമ്മിറ്റി എന്ന പേര് വന്നത്. ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ്. നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടാണ് അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്ന മലയാളി. ഈ കമ്മിറ്റി 132 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് കേട്ടോ. എത്രയാണ്? 132 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതേപോലെ തന്നെ ത്രിതല സമ്പ്രദായത്തിന് പകരം ദ്വിതല സംവിധാനമാണ് മുന്നോട്ട് വെച്ചത്. ദ്വിതല സംവിധാനം ഏതൊക്കെയാണ് ഈ രണ്ടെണ്ണം? ദ്വിതല സംവിധാനത്തില് ഏതൊക്കെ വരും? ഒന്ന് ജില്ലാ പരിഷത്ത്, രണ്ട് ഏതാണ്? ഗ്രാമതലത്തില് മണ്ഡൽ പരിഷത്ത് കേട്ടോ, മണ്ഡൽ പരിഷത്ത്. മനസ്സിലായോ? ഓക്കെ, ഒന്ന് ജില്ലാ പരിഷത്ത്, ജില്ലാ തലത്തില് ജില്ലാ പരിഷത്തും, മണ്ഡൽ പരിഷത്ത് എവിടെയാണ്? ഗ്രാമതലത്തില്
മണ്ഡൽ പരിഷത്തും. ഇങ്ങനെയാണ് ഈ രണ്ട് ദ്വിതല സംവിധാനങ്ങളാണ് ആര് മുന്നോട്ട് വെച്ചത്? അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ മനസ്സിലായോ? അശോക് മേത്ത കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിൽ ദ്വിതല സമ്പ്രദായം മുന്നോട്ട് വെച്ചത്. ആ ദ്വിതല സമ്പ്രദായത്തിൽ വരുന്ന ദ്വിതലം പറയുമ്പോൾ രണ്ടെണ്ണം ട്ടോ. അതിൽ ഒന്ന് ജില്ലാ തലത്തില് ജില്ലാ പരിഷത്തും ഗ്രാമതലത്തില് മണ്ഡൽ പരിഷത്തും. ഇത് രണ്ടെണ്ണമാണ് മുന്നോട്ട് വെച്ചത്. 1977 ജനതാ ഗവൺമെന്റ് ആണ് ഈ കമ്മിറ്റിയെ നിയമിച്ചത്. ഈ കമ്മിറ്റിയുടെ വിശേഷണം കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. പിന്നെ പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് മാർഗനിർദ്ദേശകം നൽകുക എന്നതാണ് ഇതിന്റെ ചുമതല. ഇതിന്റെ ചെയർമാൻ വന്നിട്ട് അശോക് മേത്തയായിരുന്നു. അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായ മലയാളി EMS നമ്പൂതിരിപ്പാടാണ്. 132 നിർദ്ദേശങ്ങളാണ് ഇവര് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ അശോക് മേത്ത കമ്മിറ്റിയെ കുറിച്ചിട്ട് പഠിക്കാം. ഇനി നമുക്ക് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ കുറിച്ചിട്ട് നോക്കേണ്ടതുണ്ട്. നമുക്കിനി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 57 എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത് കേട്ടോ. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി രൂപീകരിക്കുന്നത്. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം അല്ലെ, ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം മുന്നോട്ട് വെച്ചത് ആരാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. അദ്ദേഹം നിർദ്ദേശിച്ച ആ ത്രിതല സംഘടനകൾ ഏതൊക്കെയാണ്? ജില്ലാ തലത്തില് ജില്ലാ പരിഷത്ത്, ജില്ലാ തലത്തില് ജില്ലാ പരിഷത്ത്. ഓക്കെ, ഇനിയോ ബ്ലോക്ക് തലത്തില് പഞ്ചായത്ത് സമിതി, ബ്ലോക്ക് തലത്തില് എന്താണ്? പഞ്ചായത്ത് സമിതി. ഇനി ഗ്രാമപഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എവിടെ? വില്ലേജ് തലത്തില് ഗ്രാമപഞ്ചായത്ത്. ഇത് 3 ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം എന്ന് അറിയപ്പെടുന്നത്. അവിടെ അശോക് മേത്ത കമ്മിറ്റി ഇതാണ് എന്ത് ചെയ്തത്? വേണ്ട എന്ന് പറഞ്ഞത്. ബ്ലോക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. അദ്ദേഹം മുന്നോട്ട് വെച്ചത് ജില്ലയും ഗ്രാമവും മതി എന്നാണ് അല്ലെ. ഗ്രാമതലത്തില് മണ്ഡൽ പഞ്ചായത്താണ് അറിയപ്പെട്ടത്. എന്നാൽ ഇവിടെ ആരാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ച ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനമാണ് ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി, ഗ്രാമ പഞ്ചായത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മുടെ ഇന്ത്യയില് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ശില്പി, അതുപോലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ്, പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ്, പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ശില്പി, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എന്നൊക്കെ അറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ ആണോ? ഇനി നമ്മൾ ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ കുറിച്ചിട്ടേ എവിടെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കുന്നത്? ഭരണഘടനയില് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചിട്ട് എവിടെയാണ് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് കേട്ടോ. മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ ഏതിലാണ്? 40 കേട്ടോ. ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്നത്. പഞ്ചായത്തി രാജ് എന്ന പദം ആരാണ് കൊണ്ടുവന്നത്? പഞ്ചായത്തി രാജ് എന്ന പദം ആരാണ് കൊണ്ടുവന്നത്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. പഞ്ചായത്തി രാജ് എന്ന പദം ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാനാണ് കേട്ടോ. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് കേട്ടോ. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. ഓക്കെ, ഇനി പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ്? ഇത് ഞാൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. 1959 ഒക്ടോബർ 2 കേട്ടോ. 1959 ഒക്ടോബർ 2 ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെയാണ് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് നിലവിൽ വരുന്നത്. ഈ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത്. ഇനി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് ആണ്. ഫസ്റ്റ് രാജസ്ഥാൻ, രണ്ടാമത് ആന്ധ്രാപ്രദേശ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആയോ? ഇനി നമുക്ക് PK തുങ്കൻ കമ്മിറ്റിയെ കുറിച്ചിട്ടൊന്ന് നോക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കമ്മിറ്റിയും എന്താണ് എപ്പോഴും PSCക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണ്. PK തുങ്കൻ കമ്മിറ്റി 1988 കേട്ടോ. 1988 രൂപീകരിച്ച ഒരു പാർലമെന്ററി സബ് കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത്. പഞ്ചായത്തി രാജിനെ ഇത്
ശ്രദ്ധിച്ചോ, ഇത് ശ്രദ്ധിക്കണേ, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചായത്തി രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന്, ഭരണഘടനാപരമായ അംഗീകാരം, കണ്ടോ, ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതെന്ന് ചോദിക്കാറുണ്ട്. PK തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. അപ്പൊ ദ്വിതല സംവിധാനം ചോദിച്ചാൽ അശോക് മേത്ത കമ്മിറ്റി, ത്രിതല സംവിധാനം ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്ത, പഞ്ചായത്ത് രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണം എന്ന് പറഞ്ഞത് നിർദ്ദേശിച്ച കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ PK തുങ്കൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങള് ഒന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനം തുടരണം. ഓക്കെ, അദ്ദേഹവും എന്താ പറഞ്ഞത്, ദ്വിതലമല്ല പറഞ്ഞത് അല്ലെ, ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം തുടരണം. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെ. ഇപ്പൊ ഓരോ പഞ്ചായത്തിലും നമ്മൾ വാർഡ് മെമ്പർമാരെയും പ്രസിഡന്റിനെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നുണ്ട് അല്ലെ. അവരാരാണ്, നമ്മൾ പ്രസിഡന്റ് തിരഞ്ഞെടുക്കില്ല, അത് പരോക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. പക്ഷെ നമ്മൾ വാർഡ് മെമ്പർമാരെയൊക്കെ തെരഞ്ഞെടുത്തിട്ട് പഞ്ചായത്തിലേക്ക് അയക്കുന്നുണ്ട് അല്ലെ. അവരുടെ കാലാവധി എത്രയാണ്, 5 വർഷം അല്ലെ. അപ്പൊ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാലാവധി 5 വർഷമായിരിക്കണം. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം, സംസ്ഥാനത്ത് ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം എന്നും ഇതൊക്കെ പറയുന്നത് ആരാണ്, ആരുടെ നിർദ്ദേശങ്ങളാണ്, PK തുങ്കൻ കമ്മിറ്റിയുടേതാണ്. അതുപോലെ തന്നെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സംവരണം വേണം, ജനസംഖ്യാനുപാതമായി എന്ത് വേണം, സംവരണം കൊണ്ടുവരണം, വനിതാ സംവരണം അടക്കം അതിൽ ഉൾപ്പെടുത്തണം എന്നും ഒക്കെ പറയുന്നത് ആരാണ്, നിർദ്ദേശ കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അശോക് മേത്ത കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റിയെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. ഇന്നലെ നമ്മൾ 52ാം ഭേദഗതിയാണ് അല്ലെ ഇവിടെ ആൻസർ വരുന്നത്. അതിൽ നമ്മൾ ഇന്നലെ ഈ കൂറുമാറ്റത്തെ കുറിച്ചിട്ട് നമ്മൾ ഇന്നലെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 1952ാം ഭേദഗതി എപ്പോഴാണ്, 1985 52ാം ഭേദഗതിയിലാണ് അല്ലെ. ഇന്നലെ എന്തൊക്കെയാണ് കൂറുമാറ്റത്തെ കുറിച്ച് പഠിച്ചത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കൂട്ടുകാർക്ക് പഠിച്ച ഓർമ്മയുണ്ടോ? ഞാൻ റിപ്പീറ്റേഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം കേട്ടോ. 52ാം ഭേദഗതി പാസ്സാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത വർഷം എപ്പോഴാണ്, ഓർമ്മയുണ്ടോ? പറയണം, നിങ്ങൾ പഠിച്ചവരൊക്കെ റിവിഷൻ വാ. 1985. ഈ സമയത്ത് പ്രധാനമന്ത്രി ആരാണ്, ഇന്നലെ പറഞ്ഞത് രാജീവ് ഗാന്ധിയാണ് അല്ലെ. ആരാണ്, രാജീവ് ഗാന്ധി. ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ്, ഗ്യാനി സെയിൽ സിംഗ് അല്ലെ, ഗ്യാനി സെയിൽ സിംഗ്. ഓർമ്മയുണ്ടോ? അതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി 52ാം ഭേദഗതി പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്, കൂറുമാറ്റ നിരോധന നിയമം, കൂറുമാറ്റ നിരോധന നിയമം. 52ാം ഭേദഗതി അല്ലെ. ഏതാണ് പട്ടിക കൂട്ടിച്ചേർത്തത്? 52ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏതാണ്? 10ാമത്തെ പട്ടിക. നമ്മൾ ഇന്നലെ കോഡിട്ടു അല്ലെ. കോഡിട്ടു എന്താണ്, 10 കാശ് കിട്ടുമ്പോ കൂറുമാറും എന്ന് പറഞ്ഞത് അല്ലെ. 10ാം പട്ടികയാണ് കൂട്ടിച്ചേർത്തത്. പിന്നെന്തൊക്കെയാണ് പഠിച്ചത്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? റിവിഷൻ വാ, ഒന്ന് ഓർത്ത് വാ. ഇതെല്ലാം ഞാൻ പറഞ്ഞാ പിന്നെ ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാവും അല്ലെ. ഈ 52ാം ഭേദഗതി കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട കേരള നിയമസഭാ മണ്ഡലം, കേരള നിയമസഭാ അംഗം ആരാണ്? കേരള നിയമസഭാ അംഗം പുറത്താക്കപ്പെട്ട കൂറുമാറ്റ നിരോധന നിയമത്തിലൂടെ പുറത്താക്കപ്പെട്ട കേരളത്തിലെ നിയമസഭാ അംഗം ആരാണ്? R ബാലകൃഷ്ണ പിള്ളയാണ് കേട്ടോ. R ബാലകൃഷ്ണ പിള്ളയാണ്. എന്നാൽ ആദ്യത്തെ ലോകസഭാ അംഗം ആരാണ്? ആദ്യ ലോകസഭാ അംഗം, കൂറുമാറ്റ നിരോധന നിയമത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ ലോകസഭാ അംഗം ലാൽ ദുഹോമ കേട്ടോ. ലാൽ ദുഹോമ പഠിച്ചതാണെന്നല്ലേ അല്ലെ, പഠിച്ചതാണ്. പിന്നെന്താ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അതായത് എന്താണ് ഈ കൂറുമാറ്റ നിരോധന നിയമം പറഞ്ഞത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നത് തടയാൻ കൊണ്ടുവന്ന ഭേദഗതിയാണ് ഇത് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? എന്താണ് ഈ കൺകറന്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കേന്ദ്രത്തിനൊരു ലിസ്റ്റ്, സംസ്ഥാനങ്ങൾക്ക് ഒരു ലിസ്റ്റ്, അതുപോലെ കൺകറന്റ് ലിസ്റ്റ്, പിന്നെ അവശിഷ്ടാധികാരം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോരോ കാര്യങ്ങളും ഓരോരുത്തരിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ഇപ്പൊ കേന്ദ്ര ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്,
അതുപോലെ കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരോ വിഷയങ്ങൾ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഉൾപ്പെടുത്തിയ വിഷയങ്ങൾ അതാത് ആരൊക്കെയാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവരാണ് അതിലെന്ത് ചെയ്യുന്നത്, നിയമങ്ങൾ നിർമ്മിച്ചിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഈ യൂണിയൻ ലിസ്റ്റും സംസ്ഥാന ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും ഇതിന് മൊത്തം നമ്മൾ എന്ത് പറയും, ലിസ്റ്റുകൾ എന്ന് പറയും അല്ലേ. മൊത്തം എന്താണ്, ലിസ്റ്റുകൾ എന്ന് പറയും. നമ്മുടെ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, 7ാമത്തെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയിൽ മൊത്തം എത്ര പട്ടികകളുണ്ട്, 12 പട്ടികകളുണ്ട്. അതിൽ 7ാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ ഏതാണ്, 246 2 കൂട്ടിട്ട് പോവുക കേട്ടോ. ആർട്ടിക്കിൾ 246 എവിടുന്നാണ് ഈ ആശയം കടം കൊണ്ടിരിക്കുന്നത്, ലിസ്റ്റുകള്, കാനഡ കേട്ടോ. കാനഡയിൽ നിന്നാണ് ആശയം ഇന്ത്യ രാജ്യം കടമെടുത്തിരിക്കുന്നത്. എത്രയും കാര്യങ്ങൾ, ആ 3 കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 7ാമത്തെ പട്ടിക. എത്രാമത്തെ ആർട്ടിക്കിൾ, 246. ഏത് രാജ്യത്തിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്, കാനഡയിൽ നിന്നാണ് കേട്ടോ, കാനഡയിൽ നിന്നാണ്. ഇനി യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് എന്താണ്, പ്രതിരോധം. നമുക്കറിയാം അല്ലെ, ഡിഫൻസ് എപ്പോഴും കേന്ദ്രത്തിനായിരിക്കും അല്ലെ മുൻഗണന, ഡിഫൻസ്. അതുപോലെ തന്നെ വിദേശകാര്യം അതാരാണ്, യൂണിയൻ ലിസ്റ്റിലാണ് കേട്ടോ, അതൊക്കെ കേന്ദ്രത്തിനാണ് ചുമതല. വിദേശകാര്യം. പിന്നെ ഏതാണ്, റെയിൽവേ, വിദേശകാര്യം, റെയിൽവേ. ഓഹരി വിപണി. പിന്നെ തപാല്, ടെലഫോൺ ട്ടോ, ടെലഫോണ്. പിന്നെ പോസ്റ്റ് ഓഫീസ്, പിന്നെ എയർവേസ്. പിന്നെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഉണ്ടല്ലോ, പോർട്ടുകള്, തുറമുഖങ്ങള്. പിന്നെ ലോട്ടറി, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. ലോട്ടറി ഒക്കെ യൂണിയൻ ലിസ്റ്റിലാണ്. സെൻസസ് നമുക്കറിയാം, അത് കേന്ദ്രമാണ് നടത്തുന്നത് എന്നുള്ളത് അതറിയാം. ലോട്ടറി ഇവിടെ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ, ലോട്ടറി യൂണിയൻ ലിസ്റ്റിലാണ്. പിന്നെ അന്തർ സംസ്ഥാന കുടിയേറ്റം. പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള തീർത്ഥാടനം കേട്ടോ, ഇന്ത്യക്ക് അകത്തല്ല, ഇന്ത്യക്ക് പുറത്തുള്ള തീർത്ഥാടനം. പിന്നെ കസ്റ്റംസ് തീരുവ, കോർപ്പറേറ്റ് ടാക്സ്, വരുമാന നികുതി ട്ടോ, ഇൻകം ടാക്സ്, വരുമാന നികുതി. പിന്നെ പൗരത്വം. പിന്നെ ഉന്നത വിദ്യാഭ്യാസം ട്ടോ, ഇവിടെ ശ്രദ്ധിക്കണേ, വിദ്യാഭ്യാസം എന്ന് വേറെ ഉണ്ട്. വിദ്യാഭ്യാസം പറഞ്ഞിട്ട് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നുണ്ട്. ഇവിടെ ഇത് ഉന്നത വിദ്യാഭ്യാസമാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. അതുപോലെ ഗവേഷണം. പിന്നെ യുദ്ധവും സമാധാനവും. പിന്നെ UNO, ഐക്യരാഷ്ട്ര സംഘടന. പെട്രോളിയം ഉൽപ്പന്നങ്ങളും. ബാങ്കിങ്, ഇൻഷുറൻസ്. പിന്നെന്താണ്, ബാങ്കിങ്, ഇൻഷുറൻസ്, വിദേശ വായ്പ, കറൻസി, റിസർവ് ബാങ്ക്. ഇതൊക്കെ എവിടെയാണ്, യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്, പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, ഓഹരി വിപണി, തപാല്, ടെലിഫോണ്, പോസ്റ്റ് ഓഫീസ്, എയർവേസ്, തുറമുഖം. ഇവിടെ ശ്രദ്ധിക്കണം, ലോട്ടറി ട്ടോ, ലോട്ടറി ശ്രദ്ധിക്കണം. ലോട്ടറി, സെൻസസ്, അന്തർ സംസ്ഥാന കുടിയേറ്റം, ഇന്ത്യക്ക് പുറത്തുള്ള തീർത്ഥാടനമാണ്. കസ്റ്റംസ് തീരുവ, കോർപ്പറേഷൻ ടാക്സ്, വരുമാന നികുതി, പൗരത്വം, അതൊക്കെ നമുക്ക് കിട്ടും അല്ലെ. ഉന്നത വിദ്യാഭ്യാസം, ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്തൊക്കെ നോക്കി വെച്ചോ. ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, യുദ്ധം, സമാധാന, ഐക്യരാഷ്ട്ര സംഘടന, ബാങ്കിങ്, ഇൻഷുറൻസ്, കറൻസി, പെട്രോളിയം ഉൽപ്പന്നങ്ങള്. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്, യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് കേട്ടോ, യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്, സംസ്ഥാന ലിസ്റ്റില് പോലീസ് പഠിച്ചോട്ടാ, പോലീസ്. അതുപോലെ ജയിലും. ഓക്കെ, പോലീസ്, ജയില്, ക്രമസമാധാനം. പോലീസ്, ജയില്, ക്രമസമാധാനം, 3 ഒപ്പം പഠിച്ചോ അല്ലെ. പോലീസുകാര്
എന്ത് ചെയ്യണം, കള്ളന്മാരിലേക്ക് ജയിലിലാക്കിയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കള്ളന്മാരാണെങ്കിലും കത്തിക്കുത്ത് കേസിൽ ഇടപെട്ടിട്ടുള്ളവരാണെങ്കിലും ഒക്കെ അല്ലേ, അവരെയൊക്കെ ജയിലിലാക്കിയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ കേരളത്തിലൊക്കെ ക്രമസമാധാനം, കേരളത്തിൽ തന്നെ പഠിക്കണം കേട്ടോ, അപ്പോഴേ നമുക്ക് സംസ്ഥാന ലിസ്റ്റ് എന്ന് വരുള്ളൂ. ക്രമസമാധാനം നമുക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലേ. അപ്പൊ പോലീസ് മനസ്സിലായോ, ജയിൽ കിട്ടിയോ, ക്രമസമാധാനം കിട്ടിയോ. ഇനി തദ്ദേശ സ്വയം ഭരണം, അതൊക്കെ നമുക്കറിയാം അല്ലെ. തദ്ദേശ സ്വയം ഭരണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയും അത് സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് എന്ന്. പൊതുജനാരോഗ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പൊതുജനാരോഗ്യം എവിടെയാണ്, സംസ്ഥാന. നന്നായിട്ട് ശ്രദ്ധിക്കണം, എപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ള ഒരു മേഖലയാണ്. 1976 42ാം ഭേദഗതിയോട് കൂടിയിട്ട്, 42ാം ഭേദഗതി പ്രകാരം നമ്മുടെ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ നിന്നുണ്ടല്ലോ, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്തു, കൺകറന്റ് ലിസ്റ്റിലേക്ക് കുറച്ച് വിഷയങ്ങളെ മാറ്റി. ഓക്കെ, ആദ്യം അത് എവിടെയായിരുന്നു, സംസ്ഥാന ലിസ്റ്റിൽ കിടക്കുന്നതായിരുന്നു. പക്ഷെ അത് സംസ്ഥാന ലിസ്റ്റിൽ വേണ്ട, കൺകറന്റ് ലിസ്റ്റിൽ മതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, 76 42ാം ഭേദഗതി പ്രകാരം ഒരു 5 വിഷയങ്ങള് ഇവിടേക്ക് എടുത്തിട്ടു കേട്ടോ. 5 വിഷയങ്ങൾ എടുത്തേക്കിട്ടു. ഏതൊക്കെയാണ് അതിൽ? ഒന്ന് വിദ്യാഭ്യാസം, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസം വേണമെങ്കിൽ കറണ്ട് വേണം എന്നൊക്കെ പറഞ്ഞു അല്ലെ. വിദ്യാഭ്യാസം, പിന്നെ വനം, വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം. കണ്ടോ, 3 വാ വെച്ചിട്ടുള്ളത് പഠിക്കേ. വന്യജീവി സംരക്ഷണം. ചൂട് കൊണ്ടേ ഭയങ്കര ഹീറ്റ്. ഞങ്ങൾക്ക് ഉച്ച സമയമായി, ഇപ്പൊ സമയം തന്നെ ഇപ്പൊ 12:30 കഴിഞ്ഞു. നമ്മൾ ഈ ചൂടില് നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഭയങ്കര ക്ഷീണം. അപ്പൊ ധാരാളം കൂട്ടുകാര് പഠിക്കാനിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാതെ ഒന്നും ഇരിക്കരുത്. ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. ധാരാളം വെള്ളം കുടിച്ചാൽ തന്നെയാണ് നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റും നല്ല ഓർമ്മശക്തി കിട്ടാനും ഒക്കെ. അല്ലെങ്കിൽ നമ്മുടെ ശരീരം നല്ലോണം ഡീഹൈഡ്രേഷൻ ആകുന്ന സമയത്ത് നമുക്ക് എന്താകും, നമുക്കൊന്നിനും വയ്ക്കില്ല. നമുക്ക് ഇനി നല്ല ടൈമാണ്. കാരണം സെക്രട്ടേറിയറ്റ് പോയ പ്രിലിംസിൽ കെയർ ചെയ്യവർക്കും ലാബ് അസിസ്റ്റന്റ് ആ കൂടെ എക്സാം കയറി വരുന്നവര്, അതുപോലെ ഡിഗ്രി ലെവൽ എക്സാം ഉള്ളവര് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്, ഇനി അതുപോലെ ASM നടക്കുകയാണ് അല്ലെ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ. കാരണം പ്രിലിംസ് ഒന്നും ഇല്ലാതെ നടക്കുന്ന ഒരു എക്സാം ആണ്. അതിലേക്ക് കയറാൻ കൂട്ടുകാർ നിൽക്കുന്നുണ്ട്. നല്ല ചൂട് സമയമാണ്. പക്ഷെ നല്ലോണം വെള്ളം കുടിക്കട്ടെ. ഞാൻ പറഞ്ഞു തരണ്ട, നിങ്ങൾ ചെയ്യും. പക്ഷെ നമ്മൾ മടിച്ചിരിക്കും. ഞാനൊക്കെ അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. പക്ഷെ നമുക്കതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പൊ ഞാനൊക്കെ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിലും നമ്മൾ പഠിക്കുകയാണെങ്കിലും നമ്മൾ വലിയൊരു മഗ്ഗിൽ 1 ലിറ്ററിന്റെ മഗ്ഗ് തന്നെ വെള്ളം കൊണ്ട് വെക്കുക. നമ്മളത് കുടിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും നമുക്കത് ശീലമായി. വെള്ളം മുൻവശത്ത് കാണല്ല, അത് കുടിക്കണം. അത് ശീലമാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങളത് ധാരാളമായിട്ട് ചെയ്യാട്ടോ. അല്ലെങ്കിൽ നമുക്ക് പഠിച്ചതൊന്നും ഓർമ്മ കിട്ടില്ല. പിന്നെ നമ്മൾ ഒരു 10 മണിക്കൊക്കെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ആ ബുക്ക് എടുത്തിട്ട് ആ ഇരുന്ന പേജും കൂടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ എണിക്കുന്നത് 12 മണിക്ക് 12:30ക്ക്. എന്നാൽ കിടക്കൂല. ഇതിൽ ഉൾപ്പെട്ടവരൊക്കെ ഉണ്ടാവും. ഇല്ല എന്നൊന്നും ആരും എന്നോട് പറയണ്ട. കാരണം ബുക്ക് മുൻവശത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഫോൺ ഇങ്ങനെ PDF നോക്കി പഠിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ടാകും. എന്നിട്ട് കണ്ണിങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അങ്ങനെ തൂങ്ങി ചിലപ്പോൾ അങ്ങനെ സമയം നോക്കുമ്പോൾ 12 മണി 12:30 ആയിട്ടുണ്ടാവും അല്ലെ. 10 മണിക്ക് എടുത്ത ഫോണിന്റെ സ്ക്രീനില് സമയം 12 മണി 12:30 ആയിട്ട് സ്ക്രീൻ അങ്ങോട്ട് മാറിയിട്ടുണ്ടാവില്ല. എന്നിട്ട് ചിന്തിക്കും, അയ്യോ ഞാൻ ഇത്ര നേരം എന്താ ചെയ്ത്, എന്താ പഠിച്ച് എന്നൊക്കെ ചിന്തിക്കും അല്ലെ. ആ സ്ഥാനത്ത് ഉറക്കം വരുന്നു, ഞാൻ തൂങ്ങണു എന്ന് കാണുമ്പോ തന്നെ അയ്യോ ഓവർടേക്ക് ചെയ്യാൻ അപ്പുറത്തെ ആൾക്കാരുണ്ട് എന്ന് ചിന്തിച്ച് എണിക്കണം. അവിടുന്ന് എണിക്കാൻ മടിക്കും. എന്നിട്ടും ഇങ്ങനെ തൂങ്ങിക്കൊണ്ടേയിരിക്കും. എന്നാലും ഒന്നും എണിക്കില്ല. ഒന്ന് പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ച് മുഖത്തൊക്കെ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ കണ്ണിലേക്കൊക്കെ വെള്ളമാക്കി മുഖമൊക്കെ കഴുകി ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നിരിക്കും. അപ്പൊ പഠിക്കും. ആ സ്ഥാനത്ത് ഉറക്കം തൂങ്ങുമ്പോ അത് എണിക്കാൻ മനസ്സ് കാണിക്കില്ല നമ്മള്. അതൊക്കെ നമ്മുടെ വീക്കാണ് കേട്ടോ. അപ്പുറത്ത് അതൊക്കെ ചെയ്തിട്ട് പഠിക്കാൻ അവിടെ ആൾക്കാരുണ്ട്. മനസ്സിലായോ? അപ്പൊ പഠിക്കുക കേട്ടോ. അപ്പോൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങൾ കൺകറന്റിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു അല്ലെ. അതിൽ ഫസ്റ്റ് വാ വരുന്ന 3 കേട്ടോ. വിദ്യാഭ്യാസം, പിന്നെ വനം, വന്യജീവി സംരക്ഷണം. 4-മത്തത് അളവ് തൂക്ക സമ്പ്രദായം കേട്ടോ. അളവ് തൂക്ക സമ്പ്രദായം. പിന്നെ 5 SC എന്നാണ് എഴുതുന്നത് കേട്ടോ. സുപ്രീം കോടതിയും അതുപോലെ ഹൈക്കോടതിയും ഒഴികെയുള്ള, ഇവർക്ക് വരില്ല. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള കോള് വന്നതാണ് കേട്ടോ. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം കേട്ടോ. മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം.
ഓക്കെ, കറണ്ടും പോയി, നല്ല ചൂട്. ഒഴികെയുള്ള മറ്റു കോടതികളിലെ സമ്പ്രദായം. അത് 5 ഏതിൽ വരുന്നത്? സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് എടുത്തു മാറ്റിയിട്ടുള്ള വിഷയങ്ങൾ. ഓക്കെ ആണോ? അപ്പൊ നമ്മളിപ്പോ യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു അല്ലേ? ഇതിന് തെറ്റുമോ? നന്നായിട്ട് പഠിക്കണം കേട്ടോ, നന്നായിട്ട് പഠിക്കണം. അതുപോലെ നമ്മൾ യൂണിയൻ ലിസ്റ്റ് പറയില്ലേ, യൂണിയൻ ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്കാണ്? അത് കേന്ദ്ര ഗവൺമെന്റിനാണ് കേട്ടോ, അത് കേന്ദ്ര ഗവൺമെന്റിനാണ്. എന്നാൽ സംസ്ഥാന ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്കാണ്? അത് സംസ്ഥാന ഗവൺമെന്റിന്. അതുകൊണ്ടല്ല അവർ വീതിച്ചു കൊടുത്തത് അല്ലേ, സംസ്ഥാന ഗവൺമെന്റ്. എന്നാൽ കൺകറന്റ് ലിസ്റ്റിലോ? കൺകറന്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? അത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി ചേർന്നിട്ടാണ് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഭരണസമിതികൾക്കൊക്കെ എന്തുണ്ട്? അധികാരം ഉണ്ട്. ഏതില്? കൺകറന്റ് ലിസ്റ്റില്. ഓക്കെ ആയോ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഇതിന്റെ ബാലൻസ് ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഞാൻ കാരണം കുറച്ച് പോയിന്റ് അല്ലല്ലോ പറഞ്ഞിട്ട് പോണത്. പരമാവധി ഇപ്പോൾ നമ്മൾ ലിസ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതൊക്കെ നമ്മളിവിടെ പറഞ്ഞു. അതേപോലെ ഇപ്പൊ ടോപ്പിക്ക് കണ്ടോ, ഇന്നിപ്പോ നമ്മൾ എത്ര ടോപ്പിക്കുകൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞത് കണ്ടോ. ഇപ്പൊ നമ്മൾ 4-5 ക്ലാസ്സുകൾ 5-6 ക്ലാസ് കിട്ടും അല്ലേ? ഈ 5-6 ക്ലാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനുബന്ധ വിവരങ്ങൾ നിങ്ങളൊന്ന് നോക്ക്. ആ ഫസ്റ്റ് തുടങ്ങിയ ക്ലാസ് തുടങ്ങിയിട്ട് ഏതൊക്കെ ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ചെയ്തു വന്ന് നോക്ക്. ഭരണഘടനയിട്ട് എന്നിട്ട് സിലബസ് എടുത്ത് വെച്ച് നോക്ക്. എത്ര ടോപ്പിക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നറിയോ? അതങ്ങനെ നമ്മൾ പഠിച്ചു പോവാം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് മാത്രം മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.